ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ESA കാർഡ് എങ്ങനെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ ESAയുടെ സൈറ്റിൽ കയറുക. www.esa.in എന്ന പേരിലുള്ള സൈറ്റിൽ കയറുക. അതിൽ കയറിയ ശേഷം നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്യുന്നതിൻ്റെ ഒരു സൈൻ ഇൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ വന്നിട്ട് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഇൻഷുറൻസ് നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക. ഇത് ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വിൻഡോയിലോട്ട് വരും. അതിൽ ആ റെഡ് കളറായിട്ട് വരുന്ന ഒരു വിൻഡോ ഉണ്ട്. അത് നമുക്കങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അത് ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഇൻഷുർഡ് പേഴ്സൺ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ആധാർ സീഡിംഗ് ഫോർ IP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വരും. അതായത് നമ്മുടെ IP-യുടെ ആളുടെ പേരെന്താണെന്നും അതിൻ്റെ ഇൻഷുറൻസ് നമ്പർ എന്താണെന്നും വരും. അപ്പം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിൻഡോയിൽ നമ്മുടെ IP എന്ന് പറയുന്നത് ഇൻഷുർഡ് പേഴ്സണിൽ ആരൊക്കെയാണോ അവരുടെ ഫാമിലിയിൽ ചേർത്തിട്ടുള്ളത്, ഈ ESA ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള അവരുടെ എല്ലാം പേര് ഡീറ്റെയിൽസ് ലിസ്റ്റ് ഡൗൺ ആയിട്ട് താഴോട്ട് കാണും. ഈ കാണുന്ന നമ്പറിൻ്റെ ഈ ഡീറ്റെയിൽസിൻ്റെ നേരെ സൈഡിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബ്ലൂ കളറിൽ അവർ കൊടുത്തിരിക്കും ക്ലിക്ക് ടു ഹിയർ സീഡ് ദ ആധാർ. അതായത് ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കും. അപ്പം നമുക്കതിൽ ഓരോരുത്തരുടെ ഇപ്പോൾ എൻ്റെ പേരിൻ്റെ പേർക്ക് പോലും ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ IP-യുടെ പേരിലും IP ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവരുടെ പേരിലും ഉള്ള എല്ലാവരുടെ ആധാർ ലിങ്ക് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ESA പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബ്ലൂ കളറ് കാണുന്ന, അതായത് ക്ലിക്ക് ടു ഹിയർ സീഡ് ദ ആധാർ എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേര്, IP-യുടെ ആരുടെ പേർക്കാണോ IP അവരുടെ പേര് വരും. പിന്നെ നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നമ്മളവിടെ ആധാർ എൻട്രി ചെയ്യാനുള്ളൊരു കോളം ഉണ്ടാവും. അതിനകത്ത് ആധാർ എൻട്രി ചെയ്ത് കൊടുക്കുക. ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു OTP നമ്മുടെ ഫോണിലോട്ട് വരും എന്നുള്ള മെസ്സേജാണ് അടുത്ത് വരുന്ന വിൻഡോയ്ക്കകത്തുള്ളത്. അപ്പം നമ്മുടെ ഫോണിൽ ഒരു OTP വരും. അതായത് ഗെറ്റ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ OTP നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എടുത്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴേക്കും സബ്മിറ്റ് കൊടുത്ത ശേഷം ഒരു മെസ്സേജ് വരും, ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും ഗ്രീൻ കളറിൽ. അതോടെ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ആധാറും നമ്മുടെ ESA കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ.